അവന്റെ മനസ്സ് പ്രയാസപ്പെടുന്ന സമയത്ത് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മനസ്സ് പ്രയാസപ്പെടാതിരിക്കാൻ ന്യായമെന്താ? കാരണം ഖൽബിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാ. ഖൽബ് പടച്ചവനാണ്, ഖൽബ് നിയന്ത്രിക്കുന്നവനവനാണ്, ഖൽബിനെ തിരിക്കുന്നവനാണ്, ഹൃദയത്തിന്റെ ചലന നിശ്ചലന ഗതിവിഗതികളെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പരീക്ഷണങ്ങൾ തരുമ്പോ, മാനസികമായ വ്യതകൾ തരുമ്പോ, ഇതേ ഖൽബിനെ മറിക്കുന്ന അല്ലാഹു തന്നെ പറയുന്നു, പരിഹാരം കള്ളു കുടിക്കലല്ല, പരിഹാരം നിങ്ങൾ ഏതെങ്കിലും തമാശയുള്ള സിനിമകൾ കാണലല്ല, നിങ്ങളുടെ സമാധാനം തിരിച്ചു കിട്ടാൻ ഒരു കയറിന്റെ കഷണം, ഒരു കയറിന്റെ തുമ്പെടുത്തിട്ട് കഴുത്തിലേക്ക് ഇട്ടിട്ട് ആത്മഹത്യ ചെയ്താലല്ല. പിന്നെ എങ്ങനെയാണ് സമാധാനം നിങ്ങൾക്ക് കിട്ടുക? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരൊറ്റ വരി നിങ്ങൾ പറയുമോ? ഇതെന്റെ വാക്കല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ലോകത്തോട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. അനുഭവങ്ങളാ സഹോദരങ്ങളെ, മഞ്ഞുരുകുന്നത് പോലെ, മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയെന്ന് പറയുമല്ലോ. വല്ലാതെ മനസ്സിനകത്ത് തളം കെട്ടി കാർമേഘം ഇരുണ്ടുകൂടുമ്പോ ഈ ഒരൊറ്റ ആയത്ത് നമ്മൾ ഓതിയാൽ അല്ലാഹു കർക്കടകം പെയ്യിപ്പിക്കുകയാ. എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒലിച്ചലിഞ്ഞങ്ങ് പോകും, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ പറയാൻ നമ്മൾ തയ്യാറാകണം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ഇതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നറിയോ? അത് പറയാൻ തന്നെ അറിവുള്ളവർക്ക് ഒരു ദിവസം വേണം, എനിക്ക് 2 മിനിറ്റ് മതി, അറിവ് കുറവാ. അതിനകത്തുള്ള ആ ദിക്റിനകത്തുള്ളത് എന്താണ്? ഒന്ന് ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അതിനകത്തുണ്ട്. എന്നിട്ടോ സുബ്ഹാനക, അല്ലാഹുവിന് വേണ്ടിയുള്ള പരിശുദ്ധി, ഒരു തസ്ബീഹ് അതിനകത്തുണ്ട്. വീണ്ടും അതിനകത്തുള്ള ഇന്നി കുന്തു മിനൽ-ളാലിമീൻ, അവന് സ്വന്തം അക്രമിയാണ് എന്ന് അവന്റെ ആ ഒരു ബലഹീനതയെ പടച്ചവന്റെ മുന്നിൽ സമ്മതിക്കുകയാണ്. വലിയ അർത്ഥമുള്ള ആയത്താണ്. അതുകൊണ്ട് ചവറയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സിനകത്ത് എന്ത് സങ്കടം നിങ്ങൾക്ക് വന്നാലും പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ദുർമന്ത്രവാദികളുടെ മുമ്പിൽ ചെന്നിട്ട് കരയലല്ല, കള്ളക്കണ്ണീരൊഴുക്കിയിട്ട് ഈ സഹോദരങ്ങളെ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോ അത് ചെയ്യുന്ന പറയുന്ന ദുർമന്ത്രവാദികളുടെ അടുത്ത് പോകലല്ല. എന്ന് പറഞ്ഞാൽ ഞാനൊരു മുജാഹിദാണെന്ന് നിങ്ങൾ കരുതി പോണ്ട. നല്ല മന്ത്രവാദിമാരുണ്ട്, പൊയ്ക്കോ. ദുർമന്ത്രവാദിമാരുടെ അടുക്കലല്ല പോകേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ഈ ഒരൊറ്റ ആയത്ത് മതി മനപ്രയാസം കിട്ടാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഖുർആന്റെ ആയത്തും തോളിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരുത്തനെ സങ്കടപ്പെട്ട് സിഗരറ്റും വലിച്ച് കള്ളും കുടിച്ച് മൂലക്കിരിക്കുന്നത് കാണുമ്പോൾ അജബുത്തു, എനിക്ക് അത്ഭുതമാണെന്ന് പറയുന്നത് ഒരു വലിയ മഹാനാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? സങ്കടം വരുമ്പോ നേരെ പോകുന്നു എവിടെയാ? പിന്നെ എന്താണ്, ശങ്കരമംഗലം അല്ലെ? ശങ്കരമംഗലം അല്ലേ കടപ്പുറം ഉള്ളത്? നീണ്ടകര, അവിടെ കടപ്പുറം ഇല്ല. നീണ്ടകര അല്ലെങ്കിൽ കടൽ എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് കടലിൽ ഇങ്ങനെ ഒരു ചെറിയ കല്ലും പറക്കി കടലിലേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ കപ്പലണ്ടിയും കുറിച്ചിരിക്കുക. എന്താ പ്രശ്നം? മനസ്സിന് വല്ലാത്തൊരു സംഘർഷം. അതുകൊണ്ടാണ് വേണ്ട, ഈ ഒരു ദുആ മതി, ഈ ഒരു ദിക്ർ മതി. ചിലപ്പോ നമ്മളെ മക്കളൊന്നും വിളിക്കാതിരിക്കും, ചിലപ്പോ ഭാര്യ വിളിക്കാതിരിക്കും, ചിലപ്പോ ഭർത്താവ് വിളിക്കാതിരിക്കും. ആ സമയത്ത് നമ്മൾ അതിന്റെ പരിഹാരം തേടുന്നതോടൊപ്പം തന്നെ മനസ്സ് അസ്വസ്ഥമാകുമ്പോ ആ അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പരിഹാര മാർഗം അല്ലാഹു പറഞ്ഞു, നീ ഈ തസ്ബീഹ് ചൊല്ലിക്കോ. പരീക്ഷണം വരാത്ത ആരാ? മനസ്സിന് സമാധാനമില്ലാത്തത് ആർക്കാ? ദുഷ്ടശ്വാനന പോലെയാണ് മനസ്സിന്റെ സംഘർഷവും പരീക്ഷണങ്ങളും. ദുഷ്ടശ്വാനന്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാൽ, പേപ്പട്ടിയുടെ പ്രത്യേകത എന്താ? നമ്മൾ പോകുമ്പോൾ തെരുവ് നായ വരികയാണ്. ആ തെരുവ് നായ, നമ്മൾ പേടിച്ചു എന്ന് ആ നായ മനസ്സിലാക്കിയാലുണ്ടല്ലോ, നമ്മൾ പേടിച്ചെന്ന് നായ മനസ്സിലാക്കിയാൽ നമ്മളെ കൂടെ വരും. അത് നമ്മൾ ഓടിച്ചിട്ട് കടിക്കും. നേരെ മറിച്ച് നിങ്ങളൊന്ന് ഒരു ചെറിയ ഒരു ടെസ്റ്റ് ഡോസ്, പട്ടി കടിക്കാൻ വരുന്ന സമയത്ത്, നായ ആക്രമിക്കാൻ വരുന്ന സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് മുണ്ടും മടക്കി കുത്തിട്ട് കാണട്രാന്ന് പറഞ്ഞു നോക്ക്, ആ പട്ടി അപ്പോഴേക്ക് ഓടും. ഇതുപോലെയാണ് മനപ്രയാസം. നമ്മൾ എത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുമോ
നമ്മളെ വീണ്ടും സങ്കടത്തിലേക്കാക്കിക്കൊണ്ടിരിക്കും. എന്തും വരട്ടെ, നേരിടാൻ ഞാൻ തയ്യാറാണ്, അതിനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അതിനെ നേരിടാൻ നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് നോക്ക്. പ്രയാസം വന്ന വഴി അങ്ങ് പോകും. ചിന്തകന്മാര്, എഴുത്തുകാര് പ്രതിസന്ധികളെയും വിശ്വാസിയും തമ്മിൽ ഉപമിച്ചിരിക്കുന്നത് കളകളാരവം മുഴക്കി ഒഴുകുന്ന ചെറിയ അരുവിയിൽ രൂപപ്പെട്ട ചെറിയ പാറ പോലെ എന്നാണ്. വിശ്വാസി ഒഴുകുന്ന വെള്ളമാണ്. അവനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ആ ഒഴുക്കിന്റെ മധ്യേ രൂപപ്പെട്ട വലിയൊരു പാറ, അതാണ് പ്രതിസന്ധി, മനപ്രയാസം. അതാണ് ഈ വെള്ളം എന്താ ചെയ്യുന്നത്? വെള്ളം എന്ത് ചെയ്യും? തിരുവനന്തപുരത്തൊക്കെ ഇടത്തോട്ടോ വലത്തോട്ടോ കയറി ഒഴുകി അങ്ങ് പോകും. അല്ലാതെ പാറ പൊട്ടിച്ച് ചിപ്സാക്കി പിന്നെ അതിനെ മെറ്റിലാക്കി അതിനെ പിന്നെ പാറപ്പൊടിയാക്കിയിട്ട് ഞാൻ ഒഴുകാം എന്ന് വെള്ളം തീരുമാനിക്കൂല. ഇടത്തോട്ടോ വലത്തോട്ടോ അതിന് പറ്റുന്നൊരു ദിശയിലേക്ക് വെള്ളം ഒഴുകി അതിന്റെ ഒഴുക്കങ്ങ് തുടരും. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലോ, ഇടത്തോട്ടും വലത്തോട്ടൊന്നും പോകാൻ അനുവദിക്കാതെ ഈ പാറ അത്രയും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വെള്ളം എന്താ ചെയ്യുക? കുത്തിമറിഞ്ഞ് ആ പാറയുടെ മുകളിലൂടെ നേരെ ഒരു ചാട്ടം ചാടും. ഇതല്ലേ സംഭവിക്കുക? ഇതുപോലെയാകണം വിശ്വാസി. അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അവന് മനപ്രയാസം വരുമ്പോൾ അവന് ചെയ്യേണ്ടത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അവന് സഞ്ചരിക്കണം. അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് അതിന്റെ മുകളിലൂടെ പോകാൻ അവന് കഴിയണം. അല്ലാതെ ആ പ്രതിസന്ധി തീരട്ടെ, മനപ്രയാസം തീരട്ടെ, ഞാൻ ജീവിക്കാമെന്ന് കരുതിയിട്ട് അടച്ചുമൂടിയ റൂമിനകത്ത് കയറിയിരിക്കലല്ല പെങ്ങള്. അത് ഒരിക്കലും മാറില്ല. ഈ ഭൗതിക ലോകത്തൊരിക്കലും മാറില്ല. മനപ്രയാസം മാറുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എവിടെയാണെന്നറിയോ? അത് ചവറയിലെ നിന്റെ വീടല്ല, ചവറയിലെ നിന്റെ മാർക്കറ്റല്ല, ചവറയിലെ നിന്റെ ഹോസ്പിറ്റലല്ല, ചവറയിലെ നിന്റെ ഒരു സ്കൂളല്ല, ചവറയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, അല്ലെങ്കിൽ നിനക്ക് കൗതുകം പകരുന്നതായ കടലിന്റെ തിരമാലകളെ എണ്ണുന്ന കരയിലല്ല. എവിടെയാണ് മനക്ലേശമില്ലാത്ത, മനപ്രയാസമില്ലാത്ത സ്ഥലമെന്നറിയോ? ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഏതാ? എന്റെ ചവറയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയുമോ ആ സ്ഥലം ഏതാണ് എന്ന്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ കാണാ, ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് കടന്നുപോയ ആ മനുഷ്യൻ അവിടെ എത്തിയിട്ട് പറയുന്ന വാക്കെന്തെന്നറിയോ? ഖാലൂ വഖാലുൽ ഹംദുലില്ലാഹ് الذي أذهب عنا الحزن إن ربنا لغفور شكور. അല്ലാഹു പറയുകയാണ്, സ്വർഗനിവാസികൾ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സൽസബീലിന്റെ തസ്നീമിന്റെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകര, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കർണാനന്ദകര, ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമായ പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ സുന്ദരമായ പർദീസയിലെ മട്ടുപ്പാവിൽ ഇരുന്നിട്ട് അവന് പറയുന്ന വാക്കേതാ? അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ. അല്ലാഹു എന്റെ ദുഃഖങ്ങളൊക്കെ മാറ്റി തന്നിരിക്കുകയാ, എന്റെ പ്രയാസമൊക്കെ അല്ലാഹു മാറ്റി തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, മനസ്സിന് പ്രയാസം മാറുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് അല്ലാഹു നമുക്ക് തരുന്ന സ്വർഗമാണ്. അല്ലാഹു നമുക്ക് തരുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ മരിക്കണം പ്രിയപ്പെട്ടവരെ. മരിക്കുന്നത് വരെ നമ്മൾ പ്രയാസത്തിൽ തന്നെയാകെ സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ പ്രയാസത്തിലാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. അല്ലാഹു പടച്ചത് പ്രയാസത്തിലാണ്. മനപ്രയാസം ഉണ്ടാക്കിയെടുക്കല അല്ലാഹു ചെയ്യുന്നത്. ഞാൻ ഒരു ചെറിയ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ. ആർക്കാ ദിവ്യ ഗർഭം ഉണ്ടായത്? ആർക്കാ? ഈ പ്രോഗ്രാമിൽ ചോദിക്കുമ്പോൾ എഴുതി വെക്കും, ഇതേപോലെ ഒരു ഷീൽഡ് കൊടുക്കും. ആർക്കാ? വാപ്പയില്ലാതെ ജനിച്ച കുട്ടിയാരാ? ഭർത്താവില്ലാതെ ഗർഭിണിയായതാരാ? ആര്? കാവ്യമാധവന? ആരെന്ന് പറ? ഭർത്താവില്ലാതെ ഗർഭിണിയായ പെണ്ണേതാ? പറഞ്ഞോ? മറിയം. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു എന്താ ചെയ്തത്? സാധാരണ ചവറയിലെ ഒരു സ്ത്രീയെ പോലെ തന്നെ ഗർഭ പീരീഡ്, ഗർഭകാലം ഉണ്ടാക്കി. അല്ലേ? എങ്ങനെ ഗർഭിണിയായത്?
ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മാധ്യമത്തിൽ റൂഹ് ഊതിയിട്ട് ഗർഭിണിയായതല്ലേ. ഇത്രയും കഴിവുള്ള പടച്ചോന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മറിയം ബീവി ഗർഭിണിയായി. അടുത്ത സെക്കൻഡില് ഈസാ നബിയെ ജന്മം നൽകി. അടുത്ത നിമിഷം ഈസാ നബി സംസാരിച്ചു. എങ്കിലും ലോകത്ത് മറിയം ബീവി ഇത്രയും വലിയ അപവാദത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടി വരുമായിരുന്നോ? പറ. മറിയം ബീവി ഒരു സെക്കൻഡ് കൊണ്ട് ഗർഭിണിയായി. അടുത്ത സെക്കൻഡിൽ പ്രസവിച്ചെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ആളുകൾ പറയും വല്ലാത്ത അത്ഭുതം തന്നെ ഇത്. മറിയം വല്ലാത്ത അത്ഭുത പെണ്ണ് തന്നെയാണ്, മറിയം ബീവി വല്ലാത്ത അത്ഭുതം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ മുഴുവനും സ്തുതി പാടുമായിരുന്നു, ആളുകളെ പിന്നാലെ കൂടുമായിരുന്നു. ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്തുകൊണ്ടാണ് അല്ലാഹു തആല 9 മാസം 10 ദിവസം അവര് ഗർഭം ധരിച്ച് വേദനയോടെ നൊന്ത് പ്രസവിച്ചു. ആ പ്രസവം നടത്തി. ആ കുഞ്ഞ് പിന്നീട് സംസാരിച്ചു. ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു തആല മനപ്രയാസം കൊടുത്തു. അവസാനം അവര് പറഞ്ഞില്ലേ, യാ ലൈതനി മിത്തു ഖബല ഹാദാ വ കുന്തു നസിയം മൻസിയ, പടച്ചോനെ ഞാൻ പെട്ടെന്നങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതൊന്നും കേൾക്കുകയും വേണ്ട, ഇതൊന്നും അറിയാൻ വേണ്ട, ആളുകളുടെ ഈ അപവാദ പ്രചരണങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് മറിയം ബീവിക്ക് പറയേണ്ടി വരുവോളം അല്ലാഹു പ്രയാസം കൊടുത്തു. എന്തിനാ? ലോകത്ത് മനുഷ്യർക്ക് അല്ലാഹു പ്രയാസം കൊടുക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ പറയേണ്ടത്. ഒരിക്കലും നമ്മളല്ലാതെ അല്ലാഹുവിനെ കുറ്റം പറയുകയോ പരിഭവം പറയുകയോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഹബീബായ നബി തങ്ങൾ എങ്ങനെയായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ഏത് രീതിയിലാണ് ഒരു പ്രയാസം വരുമ്പോ നേരിട്ടതെന്നറിയോ? അത് തന്നെയാണ് നമുക്ക് മാതൃക, അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള പരിഹാരം, അത് തന്നെയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. സഹാബ ദഅവത്തു ദിന്നൂനി ഇദാ ഇദ്ദഅ വഹുവ ഫിൽ ബത്നിൽ ഹൂത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലയോ സഹാബത്തെ, ദഅവത്തു ദിന്നൂൻ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ഉണ്ടല്ലോ, പ്രാർത്ഥനയുണ്ടല്ലോ. ഇത് ദഅ, അദ്ദേഹം ദുആ ചെയ്തത് എവിടെ വെച്ചാണെന്നറിയോ? വഹുവ ഫീ ബത്നിൽ ഹൂത്ത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടന്ന് അല്ലാഹുവിനോട് കരങ്ങൾ നീട്ടിയത് അറിയില്ലേ സഹാബ? ആ ദുആ നിങ്ങൾ പഠിച്ചാൽ, ആ ദുആ ഫഇന്നഹു ലം യദഅ ബിഹാ, ആരൊരാൾ അതുകൊണ്ട് ദുആ ചെയ്യുന്നുവോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ അല്ലാഹു തീർച്ചയായും അവന് ഉത്തരം കൊടുക്കുന്നതാ. സഹാബത്ത് ചോദിച്ചല്ലോ നബിയെ, ഈ യൂനുസ് നബി അലൈഹിസ്സലാം 3 ഗർത്തങ്ങളുടെ ഉള്ളറകളിൽ, 3 നിഗൂഢതകളുടെ ഉള്ളറകളിൽ മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഒരു ഇരുള് അല്ലാഹ് പറഞ്ഞതെന്താണ്? 3 ഇരുളുകളിൽ കിടന്നുകൊണ്ടാണ് യൂനുസ് നബി വിളിച്ചത്. ഒന്ന് മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള്, 2 കടലിന്റെ അടിത്തട്ടാകുന്ന ഇരുള്, 3 നിശയുടെ നിശബ്ദതയാകുന്ന ഇരുള്. ഈ 3 ഇരുളിന്റെ ഉള്ളറകളിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയാണ്. അല്ലാഹു ഉത്തരം കൊടുത്തു, പ്രയാസം മാറ്റിക്കൊടുത്തു. മത്സ്യം എന്ന കരയിൽ അതിനെ തുപ്പിവെക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ആർക്ക് പ്രയാസം വന്നാലും അല്ലാഹു ഇത് പറഞ്ഞാൽ സമാധാനം കൊടുക്കുമെന്ന് പഠിപ്പിക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത് യൂനുസ് നബിക്ക് മാത്രമുള്ളതാണോ? അത് ലോകത്തുള്ള എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകുമോ? പ്രയാസം മാറ്റിക്കൊടുക്കുമോ? ആ സമയത്താണ് മഹാനായ നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞത് യൂനുസിനെ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ലല്ലോ, അല്ലാഹു പറഞ്ഞത് എന്താണ്? ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗം, മനപ്രയാസത്തിൽ നിന്ന് യൂനുസിനെ നാം രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, കേരള സംസ്ഥാനത്തിലെ കൊല്ലം ജില്ലയിലെ ഈ ചവറയിലെ നിങ്ങൾക്കും അല്ലാഹു മനപ്രയാസം മാറ്റിത്തരുന്നതാണ്.
അതുകൊണ്ട് മുടങ്ങണ്ട. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ സമയം കൂടി പോവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിന് സ്വസ്ഥതയുള്ള ആളുകൾക്ക് പരിഹാരം അള്ളാന്റെ ഖുർആൻ. ഈ പരിഹാരം കാണാതെ ഖുർആനും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നവനെ കാണുമ്പോ അജബുത്തു, എനിക്ക് അത്ഭുതമാണെന്നൊരു വലിയ അദ്ദേഹത്തിന്റെ പ്രസംഗമധ്യ പറയാൻ. ഇവിടുന്ന് നിങ്ങൾ പോയി നേരെ ചവറയിലെത്തി. ആ ചവറ നാഷണൽ ഹൈവേയിൽ നിൽക്കുമ്പോൾ ഒരു വലിയ തിരക്കും വലിയ ട്രാഫിക് ജാമും ഒക്കെ നിങ്ങൾ കണ്ടു. എന്താ പ്രശ്നമെന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രവർത്തകർ അങ്ങോട്ട് പോകുമ്പോ ഒരു വലിയ ടാങ്കർ ലോറി ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ, വണ്ടി ഒരു ഇഞ്ച് അങ്ങോട്ട് നീങ്ങുന്നില്ല. ആളുകളെല്ലാം കൂടി ഇവിടുന്ന് വാഹനം ഏകദേശം നമ്മുടെ നീണ്ടകര വരെ നീണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് വാഹനം ഏകദേശം കന്നേറ്റി പാലം വരെ നീണ്ടിരിക്കുന്നു. ആ നിലയിൽ ഇരുഭാഗങ്ങളും റോഡ് ബ്ലോക്കായി ഒരൊറ്റ ടാങ്കർ ലോറി കാരണം. ഡ്രൈവറോട് ചോദിച്ചു, എന്താ പ്രശ്നം, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? ഞാൻ ഒരു പമ്പിലത്തേക്ക് ഡീസലും കൊണ്ടുപോകുന്ന വഴിയാണ്. ഒരു പെട്രോൾ പമ്പില്, ഡീസൽ പമ്പില് ഞാൻ ഡീസൽ നിറയ്ക്കാൻ വേണ്ടി പോകുന്ന ടാങ്കറാണ്. എന്താ പ്രശ്നം? വണ്ടി സ്റ്റോപ്പാകാൻ കാരണം എന്താ? ഈ എണ്ണ തീർന്നു പോയി. ഈ ടാങ്കില് മൊത്തം, ടാങ്കറിൽ നിറച്ച് ഡീസലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വണ്ടിക്ക് ഓടാൻ പറ്റിയ ഒരു ചെറിയ ടാങ്ക് ഉണ്ട്. അതിനകത്ത് എണ്ണ ഇല്ലെങ്കിൽ 1000 വണ്ടികൾ കടിക്കാനുള്ള എണ്ണ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വണ്ടി അവിടെ തന്നെ കിടക്കും. ഇത് എന്നാ ഇപ്പൊ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നത്? കയ്യില് ഖുർആൻ, ഇടത്തെ കയ്യില് കൗണ്ടർ, കഴുത്തില് തസ്ബീഹിന്റെ മാല, ഇട്ടിരിക്കുന്ന നിസ്കാര കുപ്പായം, ഇല്ലേ? വാപ്പ ഹാജിയാര്, മോഹൻ ഹാഫിള്, ഉസ്താദ്, ഭർത്താവ് ഉസ്താദ്, സഹോദരങ്ങളെല്ലാം തങ്ങന്മാര്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിതത്തിൽ വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമില്ലെങ്കിൽ അവന്റെ കയ്യില് ഖുർആനുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? അവന്റെ പള്ളി, മുസ്ലിം പള്ളിയിൽ അവന്റെ പേര് രജിസ്റ്റർ ചെയ്തു എന്നതിന്റെ പേരിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അവന്റെ വാപ്പായെ പള്ളിയിലാണ് അടക്കിയത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന്റെ വാപ്പ മരിച്ചപ്പോൾ ആളുകളൊക്കെ ദ്വാരക്കാൻ ഉസ്താദും ജമാഅത്ത് മഹല്ല് ഭാരവാഹികളൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉപ്പാപ്പാക്ക് ആന ഉണ്ടെന്ന് പറഞ്ഞിട്ട് യവന്റെ വൃട്ടഭാഗത്ത് തഴമ്പുണ്ടാവൂലല്ലോ. അപ്പൊ വേണ്ടത് യവന്റെ വേണ്ട സ്ഥലത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാനസികമായ വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോ നമ്മൾ ചെയ്യാനുള്ളത് ഒരൊറ്റ കാര്യം, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. എന്നിട്ട് ആ ദുആ നമ്മൾ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ നിമിഷം അല്ലാഹു നമ്മുടെ പ്രയാസം മാറ്റി തരും. നിക്കട്ടെ. ഇനി രണ്ടേതാ? ഒന്ന് മനസ്സിന്റെ പ്രയാസം, രണ്ടേതാ? രണ്ടാമത്തേത് അവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശാരീരികമായ രോഗങ്ങളാണ്. അസുഖമില്ലാത്ത ആരുണ്ട്? ഞാൻ മെനിങ്ങാന്ന് പ്രസംഗിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ മാക്കോൽ പീടിക എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ പ്രസംഗത്തിന് പോയത്. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദിവസം ഒരു സഹോദരനെ, ഒരു സാധുവായൊരു സഹോദരനെ, അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ രോഗം, അദ്ദേഹത്തിന് ദഹനശേഷി നഷ്ടപ്പെട്ടു പോകുന്ന, ദഹിക്കാൻ വേണ്ടി, കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. ഞാൻ ഡോക്ടർ പറഞ്ഞു കണ്ടിന്യൂ മരുന്ന് കഴിക്കണം. എന്തെങ്കിലും കഴിച്ചാൽ ആ ഭക്ഷണം ഒന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൂടി കഴിക്കേണ്ടി വരുന്നൊരവസ്ഥ. അദ്ദേഹം പറയാണ്, ഉസ്താദെ 1500, 2000, 1000 ഈ കണക്കിന് ഞാൻ ഓട്ടോ ഓടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഓടും. എന്നിട്ട് എന്റെ മക്കൾക്ക്, ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്റെ സന്തോഷമായിരുന്നു എന്റെ ജീവിതം. പക്ഷെ ഇപ്പോൾ ഒരു മാസം എനിക്ക് നല്ല എമൗണ്ട് 10,000, 15,000 രൂപ എനിക്ക് ചികിത്സയ്ക്ക് മരുന്നിന് വേണ്ടി വരുന്നു പ്രതിമാസം. ആ മരുന്ന് കണ്ടെത്താൻ ഞാൻ കഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 1000-ൽ ഒരാൾക്കുണ്ടാകുന്ന അസുഖം. അമ്മക്കൊക്കെ എന്താ അസുഖം ഉള്ളത്? അമ്മക്കുള്ള അസുഖം ഷുഗർ. എല്ലാവരും അടിച്ചു കയറ്റിയിട്ട് ഷുഗർ പിടിച്ചിരിക്കുക അല്ലേ?
പാവപ്പെട്ടവന് ആളുകൾക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്ന പണക്കാരനോട് ഡോക്ടർ പറയുന്നത് എന്താ? ഒന്നും കഴിക്കരുത്, രാവിലെ ഒരു ചപ്പാത്തി, ഉച്ചയ്ക്ക് ഒരു പിടി ചോറ്, അത്ര നിർബന്ധമാണെങ്കിൽ കഴിച്ചോ, രാത്രി ഒന്നും കഴിക്കരുത്, ഒരു വെള്ളരിക്ക മാത്രം കഴിച്ചോളാനാ പറയുന്നത് ഉള്ളവന്റെ അടുത്ത്. ഇല്ലാത്തവൻ ആശുപത്രിയിൽ പോയ ഡോക്ടർ പറയുന്നത് എന്താ? രാവിലെ ഒരു ഗ്ലാസ് പാല്, 3 നേന്ത്രപ്പഴം, ഉച്ചക്ക് വയറ് നിറച്ച് ചോറ് തിന്നണം, പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് ഓട്സ് കൂടെ കുടിച്ചോ, രാത്രി നന്നായിട്ട് നല്ല ഭക്ഷണം കഴിക്കണം. ഇത് ആരോടാ പറയുന്നത്? എലിവശം വാങ്ങിച്ച് തിന്നാൻ ഗതിയില്ലാത്തവരോട് ഡോക്ടർ പറയുന്നത് ഇഷ്ടം പോലെ കഴിക്കണമെന്ന്. ഉള്ളവനോട് പറയുന്നത് എന്താ? ഒരൊറ്റ സാധനം കഴിക്കാൻ പാടില്ല എന്ന്. തിരുവനന്തപുരത്ത് നിങ്ങൾ വാ, മ്യൂസിയത്തിന്റെ ആ ഗ്രൗണ്ടിൽ ഓടുന്ന ചില ആളുകളെ നിങ്ങൾക്ക് കാണാം. അവിടെ ഓടുന്ന എല്ലാ ആളുകളും വയറ് കുറയ്ക്കാൻ വേണ്ടി ഓടുകയാണ്. അതേസമയം അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയ ചാല കമ്പോളം, അവിടെ കുറെ ആളുകൾ ഓടുന്ന കാണാം. അത് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പുറത്ത് വയറ് കുറയ്ക്കാനും അപ്പുറത്ത് വയറ് നിറയ്ക്കാനും വേണ്ടി ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ശാരീരികമായി നമ്മൾ ഇന്നനുഭവിക്കുന്ന അസുഖങ്ങളൊക്കെയും നമ്മളുടെ അമിതമായ ഭക്ഷണം, അമിതമായ നമ്മുടെ മറ്റുപയോഗങ്ങളുടെ പേരിൽ നമുക്കുണ്ടായ അസുഖങ്ങളാണ്. പക്ഷേ ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ, 1,00,000 പേരിൽ ഒരാൾക്ക് വരുന്ന അസുഖം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വേദിയിൽ ഞാൻ പ്രസംഗത്തിന് കയറാൻ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഒരു മതപണ്ഡിതൻ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകന് വേണ്ടി എല്ലാ സദസ്സിലും നിങ്ങൾ ദുആ ചെയ്യണം. ആ മകന് അള്ളാഹു കൊടുത്ത രോഗം എന്താണെന്നറിയോ? എന്ത് രോഗമാ? ശരീരത്തിൽ ചൊറിച്ചില്. നമ്മൾ പറയും അത്രേ ഉള്ളോ, അതിപ്പോ അങ്ങോട്ട് മാന്തിയാ പോരെ, ചൊറിഞ്ഞാ പോരെ, വിഷയം തീരൂലേ? അദ്ദേഹം പറയുന്നു, രാത്രി ഞാനും എന്റെ ഭാര്യയും അലാം വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ടൈം ടേബിൾ വെച്ചിട്ടാ ഞങ്ങൾ ഈ ഉണർന്നിരുന്നിട്ട് മോൻ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്നത്. ശരീരത്തിൽ എപ്പോഴും അവന് ചൊറിച്ചിലാണ്, ആരെങ്കിലും ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കണം. ആ ഒരു അവസ്ഥയിൽ അള്ളാഹു ആ മകന് രോഗം കൊടുത്തു. അള്ളാഹു ശിഫയാക്കട്ടെ. എന്തൊക്കെ രോഗങ്ങളാ പ്രിയപ്പെട്ടവരെ! ഈ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മഹാനായ വലിയ പറയുകയാണ്, അജബ്തു, എനിക്ക് അത്ഭുതമാണ്, ശാരീരികമായ പ്രയാസത്തിൽ രോഗങ്ങളുടെ പേരിൽ നട്ടം തിരിയുന്നവരെ, രോഗത്തിന്റെ പേരിൽ കഷ്ടപ്പെടുന്നവരെ എനിക്ക് അത്ഭുതം തോന്നുകയാ. കൈഫ യഗ്ഫുലു അൻ ഖൗലില്ലാ, അല്ലാഹുവിന്റെ വാക്ക് നിങ്ങൾ എന്തേ കേൾക്കാതെ പോയത്? അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നിങ്ങൾക്ക് മടങ്ങിക്കൂടെ? എന്താ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? റബ്ബി ഇന്നി മസ്സനിയൽ ളുർ വ അൻത അർഹമുർ റഹീമീൻ. ഇതാര് പറഞ്ഞ വാക്കെന്നറിയോ? അല്ലാഹു രോഗം കൊടുത്ത് പരീക്ഷിച്ച ഒരു പ്രവാചകനുണ്ട്. ആ രോഗം എന്താണെന്നോ? ആ പ്രവാചകത്വത്തിന് മുമ്പാണോ ശേഷമാണോ? ഇതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ദീർഘമായ ചർച്ചകളും നടത്തേണ്ടതാണ്. പക്ഷെ ഒന്ന് നിങ്ങൾ അറിയണം, അല്ലാഹുവിന്റെ ഖുർആൻ ഏറ്റവും നല്ല ക്ഷമയുള്ള ആളെന്ന് പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാം ഭാര്യമാരുപേക്ഷിച്ചു പോയില്ലേ? കല്യാണം കഴിഞ്ഞ് താലി കെട്ടിയ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് തങ്ങളുടെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ തന്റെ ചൂടും ചൂരുമേറ്റ് കൂടെ കിടന്ന തന്റെ സുഖദുഃഖങ്ങളിലെ പങ്കാളിയായ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യ പോലും ഉപേക്ഷിച്ചു പോയില്ലേ? അല്ലാഹു സമ്പത്തെല്ലാം തിരിച്ചെടുത്തില്ലേ? അല്ലാഹു പരീക്ഷണങ്ങളുടെ പേമാരി പെയ്തിറക്കി കൊടുക്കുകയാ. പരീക്ഷണങ്ങളുടെ പ്രളയമായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്. അല്ലാഹു ഇത്രയും വലിയ പരീക്ഷണങ്ങൾ കൊടുത്തപ്പോ സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹിസ്സലാം അവധാനതയോടെ ക്ഷമയോടെ അത് നേരിടുകയാ. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള മനുഷ്യനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമയുള്ള ആളാണ്. ലോകത്തെ ഏറ്റവും വലിയ ക്ഷമയുള്ള ശാരീരികമായ ദുർബലതകളില് അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയോളം ക്ഷമയുള്ള വേറെ ആരുമില്ല. രോഗ കഠിനമായ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയോ? റബ്ബി ഇന്നി മസ്സനിയൽ ളുർ വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എന്റെ രക്ഷകനായ
എനിക്കിതാ ശാരീരികമായ രോഗങ്ങൾ എന്നെ പിടികൂടിയിരിക്കുകയാ. എന്റെ ശരീരം ഇങ്ങനെ തളർന്നു പോയിരിക്കുകയാ. രോഗം പിടികൂടിയിട്ട് എന്റെ ശരീരത്തെ കാർന്ന് തിന്നുകയാണ് തമ്പുരാനെ. അല്ലാഹുവേ, നീ എനിക്ക് മാത്രം എന്തിന് അസുഖം തന്നു? ചോദ്യം അയ്യൂബ് നബി അങ്ങനെ ചോദിച്ചില്ല. എന്റെ രോഗം എന്തേ നീ മാറ്റാത്തത്? ആ ഒരു ചോദ്യം അയ്യൂബ് നബിയുടെ ചോദ്യമല്ല. അല്ലാഹുവേ, എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അയ്യൂബ് നബിക്ക് അങ്ങനെ ഒരു ചോദ്യമില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം നമുക്ക് മാതൃകയാണ്. അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുത്തപ്പോ, ശാരീരികമായ രോഗങ്ങളെ വേട്ടയാടിയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയോ? പരിഭവമില്ല, പരാതിയില്ല. അയ്യൂബ് നബി പറയുകയാണ്, ഇന്നീ മസ്സനിയല്ലുർ, പടച്ചവനെ പരീക്ഷണങ്ങൾ എനിക്ക് തന്നല്ലോ. അല്ലാഹുവേ, എന്നെ ഇതാ ശരീരത്തിന് രോഗം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാ. പക്ഷെ പടച്ചവനെ, നീ കരുണാമയനാണ് അല്ലാ, കാരുണ്യവാനാണ് അല്ലാ, നീ റഹ്മാനാണ് അല്ലാ, നീ റഹീമാണ് അല്ലാ, നീ ഏറ്റവും വലിയ കരുണ കാണിക്കുന്നവനാണ് റബ്ബേ. ഒരു പരാതിയും എനിക്കില്ല തമ്പുരാനെ. എനിക്കെന്തിന് രോഗം തന്നു എന്ന ചോദ്യം എനിക്കില്ല പടച്ചവനെ. എനിക്ക് രോഗം വന്നു, പക്ഷെ എനിക്കൊന്നറിയാം, നീ കരുണയുള്ളവനാണ്, അർഹമുർ റഹീമീനാണ്, ഏറ്റവും വലിയ കാരുണ്യമുള്ളവനാണ്. ഇത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ഈ വലിയ പറയുന്നു, ശാരീരികമായ രോഗം പിടികൂടുന്ന സമയത്ത് പലരും ക്യാൻസർ എന്ന മാരക രോഗം പിടിപെട്ടപ്പോ ആ രോഗത്തിന്റെ കാഠിന്യതയിൽ അവസാനം പറഞ്ഞു പോയിട്ടുണ്ട്, ഒന്ന് മരിച്ചെങ്കിൽ തമ്പുരാനെ, മരിച്ചെങ്കിൽ തമ്പുരാനെ. പച്ച ശരീരത്തിലെ ഒരു മുറിവില് പച്ചമുളക് അരച്ച് തേക്കുന്ന വേദന ാണെന്നൊരു ക്യാൻസർ രോഗി ഒരിക്കൽ എന്നോട് പറഞ്ഞു. ചോദിക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യന്റെ മറുപടി പറയാൻ പറ്റാത്ത നീറ്റലാണ്, വേദനയാണ്. ക്യാൻസർ രോഗം പിടിപെട്ടപ്പോൾ അവസാന ഈമാനുള്ള മനുഷ്യനാണ് പറഞ്ഞത്, ഒന്നും മരിച്ചെങ്കിലെന്ന് ഈമാനുള്ളത് കൊണ്ടാണ് ഉസ്താദേ, ഞാൻ ഇല്ലെങ്കിലും മരിച്ചു കളഞ്ഞേനെ എന്ന് ഉറക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? ആ മനുഷ്യന് ഈമാനുള്ളത് കൊണ്ട് മരിക്കാതിരിക്കുന്നതാ. എന്തേ ഇങ്ങനെ ഒരു വാക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ട കാര്യമില്ല? അയ്യൂബ് നബിക്ക് പിടിപെട്ട രോഗങ്ങൾ, കഠിനമായ രോഗങ്ങൾ, എത്രയോ പേജുകളാണ് മുഫസ്സിരീങ്ങൾ മാറ്റിവെച്ചത് വിവരിക്കാൻ. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. ആ സമയത്തും പരിഭവങ്ങളും പരാതിയും ഇല്ലാതെ അയ്യൂബ് നബി പറഞ്ഞത്, ഇന്നീ മസ്സനിയല്ലുർ, റബ്ബേ എനിക്കറിയാം എന്റെ ശരീരം രോഗം കാർന്ന് തിന്നുകയാ, പക്ഷേ വഅന്ത അർഹമുർ റഹീമീൻ, നീ കരുണയുള്ളവനാണ് തമ്പുരാനെ. അല്ലാഹു ഉടനെ എന്താ പറഞ്ഞത്? ഫസ്തജബ്നാ ലഹു, ഞാൻ ആ ഉത്തരം കൊടുത്തു. എന്നിട്ടോ വകശഫ്നാ മാ ബിഹി മിൻ ളുർ, അല്ലാഹു പറയുന്നു വകശഫ്നാ മാ ബിഹി മിൻ ളുർ, അയ്യൂബ് നബിയുടെ രോഗം എടുത്തു കളഞ്ഞു ഞാൻ. അള്ളാഹ്ക്ക് കഴിവുണ്ടല്ലോ ഈ രോഗം തരാനും എടുത്തു കളയാനും. അപ്പൊ ശാരീരികമായ രോഗങ്ങൾ നേരിടുന്ന സമയത്ത് ആശുപത്രി പോകാതെ ക്രൈസ്തവ മതവിഭാഗത്തിൽ ഒരു വിഭാഗം ആളുകൾ ചികിത്സിക്കാത്ത ആളുകളാണ്. ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ്? ചികിത്സിക്കണം. ഞാൻ എന്നാ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഷുഗർ വന്നാലും പ്രഷർ വന്നാലും അസുഖം ഏത് വന്നാലും ക്യാൻസർ വന്നാലും അറ്റാക്ക് വന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ദുആ ചൊല്ലിക്കോളാം, റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ, പറഞ്ഞു തീരുന്നുമ്പോ മരിക്കും. അത് സംശയമൊന്നുമില്ല. ചികിത്സിക്കണം. ഇത് അള്ളാഹുവിന്റെ നിലപാടാണ്. അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? അയ്യൂബ് നബിക്ക് രോഗം കൊടുത്തു. അയ്യൂബ് നബി എന്താ പറഞ്ഞത്? റബ്ബി ഇന്നി മസ്സനിയൽ ളുർറു വഅന്ത അർഹമുർ റഹീമീൻ, പടച്ചോനെ എനിക്ക് ളുർറത്തി, നീ കരുണമയനാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു ഫസ്തജബ്നാ ലഹു, ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. വകശഫ്നാ മാ ബിഹി മിൻ ളുർ, നിങ്ങളുടെ അസുഖം ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല അസുഖം അങ്ങ് ഇങ്ങനെ എടുത്തുകൊണ്ടങ്ങ് പോയതല്ല. അയ്യൂബ് നബിയോട് അള്ളാഹു പറഞ്ഞു, കാലുകൊണ്ട് നിലത്തടി, കാലുകൊണ്ട് നിലത്തടിക്ക് നബിയെ. അള്ളാഹു അവന്റെ പണി അല്ല ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്.
അയ്യൂബ് നബിയോട് പറഞ്ഞു, കാലുകൊണ്ട് നിലത്തടിച്ചു, വെള്ളം ഉറവ പൊട്ടി ഒഴുകി. അല്ലാഹ് പറഞ്ഞു, ഹാദാ മുഗ്തസലുൻ ബാരിദ്, ഇതാ നിങ്ങൾക്ക് കുളിക്കാനുള്ള ശുദ്ധവെള്ളം, വശറാബ്, കുറച്ച് കുടിക്കുകയും വേണം. കുടിച്ചപ്പോൾ ഉള്ളിലുള്ള രോഗവും മാറി, കുളിച്ചപ്പോൾ പുറത്തുള്ള രോഗവും മാറി. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗമുക്തനായി എന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നേരിട്ട് അല്ലാഹു തആല അങ്ങ് രോഗശിഫിയാക്കിയാ പോരായിരുന്നോ? പ്രാർത്ഥിച്ചില്ലേ അയ്യൂബ് നബി? പക്ഷെ അള്ളാഹു എങ്ങനെ രോഗം മാറ്റി കൊടുക്കുന്നത്? സബബുകൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് വെച്ചു, താലൂക്ക് ഹോസ്പിറ്റൽ വെച്ചു, ജനറൽ ഹോസ്പിറ്റൽ വെച്ചു, ചെറിയ ചെറിയ ക്ലിനിക്കുകൾ വെച്ചു, ചില മെഡിക്കൽ സ്റ്റോറുകൾ വെച്ചു, ഹോമിയോപ്പതി കൊണ്ടുവന്നു, അലോപ്പതി കൊണ്ടുവന്നു, ആയുർവേദം കൊണ്ടുവന്നു. ആയുർവേദക്കാര് പറയുന്നു അലോപ്പതി പച്ചക്കള്ളമാന്ന്, അലോപ്പതിക്കാര് പറയുന്നു ഹോമിയോ പച്ചക്കള്ളമാന്ന്, ഹോമിയോ പറയുന്നു അലോപ്പതിയും ആയുർവേദവും പച്ചക്കള്ളമാണ് എന്ന്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും പറയുന്നുണ്ടെങ്കിലും അള്ളാഹു വെച്ച ഒരു കാര്യം, സബബുകൾ കൊണ്ടാണ് മനുഷ്യന്റെ രോഗം മാറുക. ഹോമിയോയിലാണെങ്കിൽ ഹോമിയോ പോ, ആയുർവേദത്തിലാണെങ്കിൽ ആയുർവേദത്തിൽ പോ, അലോപ്പതിയിലാണെങ്കിൽ അലോപ്പതിയിൽ പോ. നീ എവിടെയെങ്കിലും പോയി മരുന്ന് വാങ്ങണം. വാങ്ങുമ്പോൾ നീ പടച്ചോനെ, എനിക്ക് എന്റെ പെണ്ടാട്ടിക്ക് എന്തിനാ ഇങ്ങനെ അസുഖം തരുന്നേ, എനിക്ക് എന്റെ മക്കൾക്ക് മാത്രം എന്തിനാ അസുഖം തരുന്നത് എന്നും നീ എനിക്കല്ലേ അസുഖം തരുന്നുള്ളൂ. അപ്പുറത്തുള്ളവൻ കുതിര ഓടും പോലെ ഓടും, അവന്റെ ഭാര്യ കുതിര ഓടുന്നത് പോലെ ഓടുന്നത് കണ്ടിട്ട് എനിക്ക് മാത്രം എന്തേ നീ അസുഖം തരുന്നത്, എന്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ അസുഖം, അവന്റെ ഭാര്യയ്ക്ക് മക്കൾക്കും അസുഖം ഇല്ലല്ലോ എന്ന് വായി നോക്കി നിന്നിട്ട് ആരാന്റെ വീട്ടിലേക്ക് തലയിട്ട് നോക്കിയിട്ട് അവിടത്തെ സുഖം കണ്ടിട്ട് നിന്റെ മനസ്സ് വേദനിക്കണ്ട. നീ പറയേണ്ടത് എന്താ? അള്ളാഹുവേ, നീ എനിക്ക് എത്ര രോഗം തന്നാലും നീ റഹ്മാനും റഹീമുമല്ലേ, അർഹമുർ റഹീമീനല്ലേ, നീ എനിക്ക് മാറ്റിത്തരുമെന്ന് എനിക്കറിയാം. ആ ഒരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ അള്ളാഹ് പറയുന്നു ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ളുർ. ഉറപ്പാണ്. ആ മഹാനായ മനുഷ്യൻ പറയുന്നു, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊക്കെ അറിയുന്ന ഒരാള് എന്തിനാണ് ശാരീരികമായ ഒരു രോഗം വരുമ്പോ ഇങ്ങനെ കിടന്ന് പ്രയാസപ്പെടുന്നത്? അവൻ ചികിത്സിച്ചോട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ആ മാതൃക ലോകത്ത് ഖുർആന പരിചയപ്പെടുത്തിയത്. ആ രോഗം അയ്യൂബ് നബി അലൈഹിസ്സലാമിന് മാറ്റിക്കൊടുക്കാൻ അല്ലാഹു തആല ഒരു സബബിലൂടെ, നിർഗളിച്ച ജലപ്രവാഹത്തിലൂടെ കുടിക്കുകയും കുളിക്കുകയും ചെയ്തപ്പോ ഉള്ളിലും പുറത്തും ലാഹിറും ബാത്തിനുമായ എല്ലാ രോഗങ്ങളെയും അല്ലാഹു തആല മാറ്റിയിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പോയ ഭാര്യ തിരിച്ചു വന്നു, സമ്പത്ത് തിരിച്ചു കൊടുത്തു, നല്ല ആരോഗ്യം കൊടുത്തു. വീണ്ടും അല്ലാഹുവിന്റെ ദീനി ദഅവത്തിലും ഖിദ്മയിലുമായിട്ട് ആ മനുഷ്യൻ കഴിഞ്ഞുകൂടി. സഹോദരങ്ങളെ, എന്തുകൊണ്ട്? ഒരു പ്രയാസം വന്നപ്പോ, ശാരീരികമായ പ്രശ്നം വന്നപ്പോ അദ്ദേഹത്തിന്റെ നിലപാട് ഇത് നമുക്ക് ഉണ്ടാകണം.